ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഷീചേട്ടൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു വാഗമൺ ട്രിപ്പ് പോയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല അടിപൊളിയൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല വൈബുള്ളൊരു ട്രിപ്പായിരുന്നേ. എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഫുൾ ഫാമിലി ഫുൾ കസിൻസൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നേ. പക്ഷെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ള എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പുതിയ പോയിക്കൊണ്ടിരിക്കുകയാണേ. തമിഴ്നാട്ടിലിരിക്കും കിട്ടി നേരത്തെ. വേണം വേണം. നമ്മളങ്ങനെ ഇതേ ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടെ സിപ്പ് ലൈനിൻ്റെ സംഭവങ്ങളൊക്കെ കാണണ്ടായി. നമ്മളതിലൊന്നും കയറിയിട്ടുണ്ടായില്ല കേട്ടോ. ഇപ്പോൾ വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര വൈബായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. എന്റെ വലിപ്പം കൊറേ നേരായി കാര്യം അങ്ങനല്ല. വെല്ലുമ പറഞ്ഞ ശരിയാ. നല്ല കഴിവുള്ള അടുത്ത പാട്ട് ആനന്ദിന്. എന്റെ പൊന്നളിയൻ ആനന്ദിന് വേണ്ടി ഒരു ഹിറ്റ് സോങ്. ആലിക്കുട്ടി ആലിക്കുട്ടി വീഡിയോ. അന്നാദ്യം കണ്ടതോർമ്മയില്ലേ ഒരു കഥ പറയും നമ്മൾ അങ്ങനെ ദേ നമുക്ക് താമസിക്കാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വൈബായിട്ടുള്ള സ്ഥലമാണ്. ഫുൾ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്കുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എത്തുന്നോടം വരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ നേരിട്ട് കാണുമ്പോഴത്തേക്ക്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തതാണല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ സൂപ്പർ സ്ഥലമാണ്. സൂപ്പർ എന്ന് വെച്ചാൽ ബിൽഡിംഗ് ആണെങ്കിലും അതുപോലെ നേച്ചറിൻ്റെ ബ്യൂട്ടി ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മളീ താമസിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ഫുള്ളായിട്ട് നമ്മൾ എടുത്തേക്കുമായിരുന്നു കേട്ടോ ഒരു ദിവസത്തേക്കായിട്ട്. അപ്പോൾ 3 ബെഡ്റൂമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പൂളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂളിൽ നമ്മൾ കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂളും നല്ല
അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നേ. എല്ലാവർക്കും കൂടെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് പൂൾ ആയതുകൊണ്ട് നമുക്ക് പ്രൈവസിയുടെ വേറെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഹരേ കൃഷ്ണ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റൂം മതിയാവും. ഞങ്ങക്ക് 14 പേർക്കും കൂടെ ഈ റൂം മതി. അതിനെ കൊല്ലല്ലേ എന്താണ് ഇതിനെ കൊല്ലല്ലേ? നോക്കി കണ്ണാൻ പാടേ. ഞാൻ മറ്റേ ബഗ്ഗാണ്. അവിടെ വെള്ളത്തോടും സൗണ്ട് കേട്ടാ. ഇനി ഇറങ്ങണത് തേയിലത്തോട്ടത്തിലോട്ടാ. ഇതാണ് കേട്ടോ ഫുള്ളായിട്ട്. ഇത് ഫുള്ള് നമുക്ക്. അപ്പോൾ അളിയനെയും കൂടെ ഇവിടെ സ്വിമ്മിംഗ് പൂള് ഭാഗം വെക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഇതിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള ഡിസ്കഷൻസൊക്കെ തുടങ്ങിയിട്ട് വീഡിയോ ഓണാക്കാനുണ്ടായില്ല. കൊറേ വീഡിയോ ഒക്കെ പിടിച്ചു. വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും സ്വിമ്മിംഗ് പൂളിലോട്ട് പതുക്കെ ഓരോരുത്തരായിട്ട് ഇറങ്ങിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നല്ല ഇറങ്ങുമ്പോൾ തണുപ്പൊക്കെ ഉണ്ടായി. അത് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും നല്ല സെറ്റായിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര മഴയായിരുന്നേ. അങ്ങനെ മഴയത്ത് നമ്മൾ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ നിന്നേ. ക്യാമറ നോക്കുന്നേ. ഹര 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 ശങ്കര ശിവ ശിവ ഗായക. ഞാൻ ഇങ്ങനെ വരും.
രാത്രിയായപ്പോൾ പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ പാട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് റോ ആയിട്ടൊന്നും വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ കൂടുതലായിട്ടും. പക്ഷെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഈ സ്ഥലമാണെങ്കിലും ഈ റിസോർട്ടൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുള്ള റിസോർട്ടാണ്, അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ അത് വാഗമണിലാണ് കേട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി സംഭവങ്ങളൊക്കെ അവർ നമുക്ക് സെറ്റിങ്സൊക്കെ അവർ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മളിതേ ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിതവിടെ ഭയങ്കര സംഗീത കച്ചേരിയിലാണ് കേട്ടോ. നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടായത് ഓടാണ്ടിരുന്നത് അവരുടെ ഭാഗ്യം. അപ്പോൾ നമ്മളിതേ ഭയങ്കര എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാടുന്ന പാട്ട് നമ്മൾ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു, നാട്ടുകാരാണല്ലോ കേൾക്കുന്നത്. അമ്മയൊക്കെ ഇവിടെ വായും പൊളിച്ചിരിക്കുക, ഇവർക്കത് എന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട്. ചിട്ടിക്കാരിപ്പാത്തുമ്മന തോണ്ടിയെന്നും തോണ്ടിയില്ലെന്നും വഴിയിൽ വെച്ചൊരു വിസ്താരം ആനക്കയ്യൻ വീരാവൂനത് ഹാലി പിടിപ്പിച്ച് മൊയ്തീൻ മമ്മദ് നമസ്കാരം. ബുദ്ധി വേണം, ബുദ്ധി. രാഷ്ട്രീയം പടം അനുഗ്രഹിച്ചിരിക്കുന്നു, മാപ്പ് നൽകിയിരിക്കുന്നു. കൊടി കൊടി കപ്പ് 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 അല്ല നിക്ക് ടൈമർ കഴിഞ്ഞിട്ടാ. ടൈം ഒന്നും ഇല്ല. അത്ര കപ്പ് കപ്പ് കപ്പല്ലേ ട്രോഫി ട്രോഫി കപ്പ് കപ്പ് വിജയം വിജയം വിജയഗാഥ വടക്കൻ വീരഗാഥ ഫുള്ള് വിജയക്കൊടി ഹാഫ് കൊടി കൈ വിജയക്കൊടി രാഷ്ട്രീയ പടം സൂപ്പർ പടം പഴയ പടം പുതിയ പടം കമ്പ്യൂട്ടർ പുതിയ പടം സമയം കഴിയാറായി. ആ സമയമൊന്നും ഇല്ല. കറുപ്പ് കറുപ്പ് വെള്ള വെള്ള കറുപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്ത് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല
അല്ലല്ല ഇല്ലില്ല സമയം തന്നെ കൊറേ 2 മിനിറ്റ് വന്നു 2 മിനിറ്റ് പോലൊക്കെ അങ്ങനെ നമ്മുടെ കളികളും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിട്ടോ, രാത്രിയൊന്നും ഉറക്കമുണ്ടായില്ലല്ലോ. അങ്ങനെ ഫുഡ് ഇടയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. സത്യം